ഹലോ, ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നമ്മൾ പോരുന്ന വഴിയാണ് കേട്ടോ. മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ ഇറങ്ങിയത് നമ്മൾ ഫസ്നാനെ കാണാൻ പോയതാട്ടോ ഇന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് നേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് കയറിയത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഫസ്നാനെ കാണാനായിട്ട് പോയതാണ്. ഫസ്ന ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസമായിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ കയറി. ഉമ്മച്ചി മസാല ദോശ, നെയ്റോസ്റ്റ് അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ബട്ടൂരയാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ മക്കളാണെങ്കിൽ നൂഡിൽസാണ് പറഞ്ഞത്. അത് ഇതുവരെ വന്നിട്ടില്ല. ലാസ്റ്റ് ഞാൻ ബട്ടൂര കൊടുത്താണ് ആ ഒരു സമയം തീർന്നത് കേട്ടോ. അങ്ങനെ കുറേ ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നൂഡിൽസ് എത്തിയത്. അപ്പോഴത്തേക്ക് ഇവരുടെ എല്ലാവരുടെയും വിശപ്പ് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല കഴിക്കാനായിട്ട്. എന്നാലും നൂഡിൽസ് ആണോ എന്നുള്ളൊരു സംഭവത്തിൽ മാത്രം കഴിക്കുന്നതാട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ കയറി. ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇതെനിക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ഐസ്ക്രീമാണ്. നല്ല രസമല്ലേ, റെയിൻബോ ടൈപ്പ് വരുന്നത്. ബാക്കി എല്ലാവരും കോണാണ് കേട്ടോ യൂസ് ചെയ്തത്. ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് ഇച്ചിരി ഹെവി ആയി കാരണം ഞങ്ങൾ ഐസ്ക്രീം ഒന്നും പറഞ്ഞില്ല. നേരെ ഫുഡ് ഒന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ജീരക മിഠായി ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുത്തത്. വാപ്പച്ചിയുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് അത് അടിച്ചും മാറ്റുകയും ചെയ്തിട്ടോ. വാപ്പച്ചിയും ഞാൻ. പക്ഷേ ഇത് നോർമൽ ജീരക മിഠായിയുടെ ടേസ്റ്റ് ഉണ്ടായില്ല, വേറൊരു ഫ്ലേവറാണ്. ഉമ്മച്ചിക്ക് അത് തീരെ ഇഷ്ടമായില്ല. ഉമ്മച്ചി അത് കളയാനൊക്കെ ആയിട്ട് പോയിട്ടാ. എന്താ പറയുക, വേറൊരു ടേസ്റ്റായിരുന്നു. നോർമൽ ജീരക മിഠായി അല്ലാത്തായിരുന്നു. ഉമ്മച്ചി വേഗം പോയി അത് തുപ്പിക്കളഞ്ഞിട്ട് തിരിച്ചു വന്നു. ഉമ്മച്ചിക്ക് ഇഷ്ടമായേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു.